ആഫ്റ്റർനൂൺ. അപ്പോൾ നമ്മൾ ഇന്നലെ ശ്രീനാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞു ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു റിനൈസൻസ്, അതായത് നവോത്ഥാന നായകനാണ്, ലീഡറാണ്, റിനൈസൻസ് ലീഡറാണ്. അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കുകൾ, അദ്ദേഹത്തെ പറ്റിയൊക്കെ നമ്മൾ ഇൻട്രൊഡക്ഷൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ടെക്സ്റ്റ് ആയിട്ടുള്ള ആത്മോപദേശ ശതകത്തിലേക്കാണ് കിടക്കുന്നത്. ആത്മോപദേശ ശതകം എന്ന് പറയുമ്പോൾ 100 വേഴ്സസ് ഓഫ് സെൽഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു. ഇതുപോലെ ഓരോന്നും ഓരോ വേഴ്സ്, അങ്ങനെ 100 വേഴ്സസാണ്. അത് സെൽഫ് ഇൻസ്ട്രക്ഷന് വേണ്ടിയിട്ട്, സ്വയം ഉള്ള നിർദ്ദേശങ്ങൾ, സ്വയം റിയലൈസേഷന് വേണ്ടിയിട്ട്, സെൽഫ് റിയലൈസേഷനാണ്, സ്വയം മനസ്സിലാക്കലാണ് ഈ ഒരു വർക്കിൻ്റെ ഉദ്ദേശം തന്നെ, മെയിൻ തീം. നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് ടെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. Attaining the core reality that transcends all ordinary language എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കോർ റിയാലിറ്റി മനസ്സിലാക്കുക. കോർ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഉൾക്കാമ്പ്. അപ്പോൾ അവിടെ ഉൾക്കാമ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? സെൽഫ് റിയലൈസേഷൻ, സ്വയം എന്താ പറയുക, തിരിച്ചറിവ്, സ്വയം തിരിച്ചറിവ് എന്ന് പറയുന്നത് ട്രാൻസെൻഡ് ഓൾ ഓർഡിനറി നോളേജ്, ഏതൊരു അറിവിനേക്കാളും വലുതാണ്, നമ്മൾ മാറ്റിമറിക്കും, ഏതൊരു അറിവിനെയും മാറ്റിമറിക്കും സ്വയമുള്ള തിരിച്ചറിവ് എന്ന് പറയുന്നത്, കോർ റിയാലിറ്റി എന്ന് പറയുന്നതെന്ന് പറയാണ്. ദാറ്റ് ഇറാഡിയേറ്റ്സ് ബോത്ത് ആസ് അപ്പാരൻറ്റ് ഫോം ഓഫ് ദ നോവർ ആൻഡ് ഓൾ ഒബ്ജക്റ്റ് എക്സ്റ്റേണൽ അറ്റ് ദ സെയിം ടൈം. ബാക്കി അത്ര കാലം ആ ഒരാൾക്ക് ഉണ്ടായിരുന്ന എല്ലാ അറിവുകളെയും അത് മാറ്റുമെന്നാണ് പറയുന്നത്. പുറത്തുള്ള പുറത്ത് ഒരു കാര്യത്തെ പറ്റി നമുക്ക് അറിയാം, ചിലപ്പോൾ നമുക്ക് സ്റ്റാർസിനെ പറ്റി അറിയാം, ആകാശത്തെ പറ്റി അറിയാം, അങ്ങനെയുള്ള പുറത്തെ നോളേജിനേക്കാളും വലുതാണ് സ്വയം നമ്മൾ തിരിച്ചറിയുക, നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ അറിയുക, സെൽഫ് റിയലൈസേഷൻ എന്ന് പറഞ്ഞ നോളേജ് എന്ന് പറയാണ്. റിക്വയേഴ്സ് ദ ടേണിങ് ഇൻവേർഡ്സ് ഓഫ് ഓൾ 5 സെൻസസ്. ഇനി പറയാണ്, നമ്മൾ സ്വയം തിരിച്ചറിയണമെങ്കിൽ സെൽഫ് റിയലൈസേഷന് നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ 5 സെൻസസ് ആണ്, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ അല്ലേ? കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്, നമ്മുടെ സ്കിന്ന്, അതൊക്കെ. അങ്ങനെയുള്ള നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ നമുക്ക് ഇങ്ങനെ സ്വയം തിരിച്ചറിവിന്, സെൽഫ് റിയലൈസേഷന് നമ്മളെ എന്ത് ചെയ്യും? സഹായിക്കും. അല്ലെങ്കിൽ ഈ 5 സെൻസസ് ആവശ്യമുണ്ടെന്ന് പറയാണ്. അക്കമ്പനീഡ് ബൈ റിപ്പീറ്റഡ് പോസ്ട്രേഷൻസ്. ഈ ഒരു 5 സെൻസസ് വേണം, പഞ്ചേന്ദ്രിയങ്ങൾ വേണം. പിന്നെ റിപ്പീറ്റഡ് പോസ്ട്രേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ദൈവങ്ങളെ വണങ്ങണം, താഴ്ന്ന് നമ്മൾ ദൈവങ്ങളെ വണങ്ങണം, ഈശ്വര പ്രാർത്ഥന. റീഡിങ്, വായന വേണം, നല്ല വായന വേണം. ചാൻറ്റിങ് ആൻഡ് മാസ്റ്ററിങ് സ്ക്രിപ്റ്റേഴ്സ്. ഇനി നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ വേണം. പിന്നെ നമുക്ക് ദൈവങ്ങളെ നമ്മൾ പ്രാർത്ഥിക്കണം, അവരെ വണങ്ങണം, നല്ല പോലെ വായിക്കണം. പിന്നെ ചാൻറ്റിങ് ആൻഡ് മാസ്റ്ററിങ് സ്ക്രിപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം നമ്മൾ നല്ല നല്ല ബുക്കുകൾ വായിക്കുന്നുണ്ട്. ഇപ്പം ഈ ഒരു ആത്മോപദേശ ശതകം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു ബുക്കാണ്. അങ്ങനെയുള്ള ബുക്കുകളിൽ നമ്മൾ ആ ബുക്കുകളെക്കുറിച്ചുള്ള അറിവുകളും നേടണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ കോർ റിയാലിറ്റീനെ മനസ്സിലാവും. കോർ റിയാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിനെ മനസ്സിലാവും. സെൽഫ് റിയലൈസേഷൻ, സ്വയം തിരിച്ചറിവ് അവിടെ ഉണ്ടാവുമെന്നാണ് ആ ഫസ്റ്റ് പാർട്ടിൽ പറയുന്നത്. ക്ലിയർ അല്ലേ? ആഫ്റ്റർ അറ്റൈനിങ് ദ കോർ റിയാലിറ്റി ദാറ്റ് ട്രാൻസെൻഡ് ഓൾ ഓർഡിനറി നോളേജ്, അങ്ങനെയുള്ള ആ ഒരു അറിവ് കിട്ടുമ്പോൾ നമ്മൾ മറ്റ് ആർജിച്ച ഏതൊരു അറിവിനേക്കാളും ഉയർന്നതാണ് എന്നാണ് ആദ്യത്തെ സെക്ഷനിൽ പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ സെക്ഷനിലേക്ക് കിടക്കാം. മെൻ്റൽ ഫാക്കൽറ്റീസ്, മാനസികമായിട്ടുള്ള കാര്യങ്ങൾ. സെൻസസ്, നമ്മുടെ 5 സെൻസസ് പറഞ്ഞു. ദ ഫിസിക്കൽ ബോഡി, നമ്മുടെ ശരീരം. അങ്ങനെ നമ്മുടെ മനസ്സുണ്ട്, പഞ്ചേന്ദ്രിയങ്ങളുണ്ട്, നമ്മുടെ ശരീരമുണ്ട്. ദ ടാഞ്ചിബിൾ വേൾഡ്സ് ദാറ്റ് ആർ മെനി, മാറിക്കൊണ്ടിരിക്കുന്ന ലോകങ്ങളും ഉണ്ട്. All these, when thought over properly, are seen to be but variant apparent forms, divinely assumed by the one Son. നമുക്ക് കുറേ കാര്യങ്ങളുണ്ട് അല്ലേ? നമ്മുടെ മാനസികമായിട്ട്, മനസ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ പല സംഭവങ്ങളുണ്ട്, മെൻ്റൽ ഫാക്കൽറ്റീസ് ഉണ്ട്. മനസ്സ് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. സെൻസസ്, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ നമുക്ക് കുറേ അറിവ് നൽകും. ദ ഫിസിക്കൽ ബോഡി നമുക്കുണ്ട്. ദ ടാഞ്ചിബിൾ ആയിട്ടുള്ള വേൾഡുകളുണ്ട്, മാറിക്കൊണ്ടിരിക്കുന്ന ലോകങ്ങളുണ്ട്, ഒരുപാടുണ്ട്. ഓൾ ദീസ്, എല്ലാതും, വെൻ തോട്ട് ഓവർ പ്രോപ്പർലി, ഈ ഒരു കാര്യങ്ങളെയും നമ്മൾ മനസ്സിലാക്കി തുടങ്ങുമ്പോൾ,
നമ്മുടെ മനസ്സ്, നമ്മുടെ സെൻസസ്, ഫിസിക്കൽ ബോഡി ഉപയോഗിച്ച് ലോകത്തിലെ ഓരോ കാര്യങ്ങളെയും നമ്മൾ കൃത്യമായി പഠിക്കാൻ തുടങ്ങുമ്പോൾ, മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ, ആർ സീം ടു ബി ബട്ട് ദ വേരിയസ് അപ്പാരൻറ്റ് ഫോംസ് ഓഫ് ഡിവൈൻലി അസ്യൂംഡ് ബൈ വൺ സൺ. എല്ലാം ഒന്നാണെന്ന് നമുക്ക് മനസ്സിലാവാൻ പറ്റും. എല്ലാം ഒറ്റ സൂര്യന് കീഴിലാണ്. ആ ദൈവികത്വമുള്ളതാണ് എല്ലാതും ഒന്നാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. ദാറ്റ് ഷൈൻസ് ഇൻ ട്രാൻസെൻഡൽ ദ സ്കൈ എബവ്. ആ ഒരു സ്കൈന് മുകളിൽ തിളങ്ങുന്ന, ഷൈൻ ചെയ്യുന്ന ഒരു സൂര്യന് കീഴിലുള്ള എല്ലാത്തിനും ഒറ്റ രൂപമാണ്. ആ ഒറ്റ സംഭവത്തിൻ്റെ വിവിധ രൂപങ്ങളാണ് ഈ ഭൂമിയിലുള്ളതെല്ലാം എന്ന് നമുക്ക് മനസ്സിലാവും. ദിസ് റിയലൈസേഷൻ, ഈ ഒരു തിരിച്ചറിവ്, വുഡ് കം ത്രൂ പെട്ടെന്നൊരു ദിവസം ഒരു ദിവസം ഉറക്കം എഴുന്നേറ്റ് കഴിയുമ്പോഴൊന്നും ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവില്ല. ഇങ്ങനെ എല്ലാം ഒന്നാണ്, ഒന്നിനെയും വേർതിരിച്ച് കാണേണ്ട കാര്യമില്ല എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. എപ്പോഴാണ് നമ്മൾ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ, വളരെ എന്താ പറയുക, ഇൻറ്റൻസായിട്ട് സൂക്ഷ്മമായിട്ടും കൃത്യമായിട്ടും നമ്മൾ അന്വേഷിക്കുമ്പോൾ, ആത്മാർത്ഥമായി അന്വേഷിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു എന്താ പറയുക തിരിച്ചറിവ് ഉണ്ടാവുക. അതാണ് രണ്ടാമത്തെ സെക്ഷനിൽ പറയുന്നത്. എല്ലാം ഒന്നാണ്, ഭൂമിയുടെ കീഴിലുള്ള സൂര്യൻ എന്ന് പറഞ്ഞതിൻ്റെ വിവിധ രൂപങ്ങളാണ്, എല്ലാം ഒന്നാണെന്നാണ് രണ്ടാമത്തെ സെക്ഷൻ പറയണത്. മൂന്നാമത്തെ നോക്കാം. ദ ഇല്ലൂഷണറി അപ്പിയറൻസ് ഓഫ് 5 ബേസിക് എലമെൻറ്റ്സ്. 5 ബേസിക് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? പഞ്ചഭൂതങ്ങളാണ് അല്ലേ? ഭൂമിയുണ്ട്, വായുണ്ട്, ജലമുണ്ട്, തീയുണ്ട്, ആകാശമുണ്ട് അല്ലേ? എർത്തുണ്ട്, സ്കൈ ഉണ്ട്, ഫയറുണ്ട്, വാട്ടറുണ്ട്, ലാൻഡ് ഉണ്ട് അല്ലേ? അപ്പം അതാണ് ഈ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത്. സച്ച് ആസ് എ സ്പേസ് ദാറ്റ് സീമിംഗ്ലി എക്സിസ്റ്റ് എറ്റേണലി. ഈ അഞ്ചും കൂടിയാണുള്ള നിലനിൽപ്പ് അല്ലേ? വെൽ പോണ്ടേർഡ് ഓവർ ആർ ടു ബി പെർസീവ്ഡ് ആസ് ഇൻസെപ്പറബിൾ ഫോം. ഇതിനെ ഓരോന്നിനും നമുക്ക് വേർതിരിച്ച് മാറ്റാൻ പറ്റുമോ? ഏതെങ്കിലും ഒന്നില്ലെങ്കിൽ നമുക്ക് നിലനിൽപ്പുണ്ടോ? ഇല്ല, എല്ലാം ഒന്ന് തന്നെയാണ്. ഈ 5 ബേസിക് എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ എക്സിസ്റ്റൻസ് ഉള്ളൂ, നിലനിൽപ്പുള്ളൂ. ഇത് ഇൻസെപ്പറബിളാണ്, നമുക്ക് വേർതിരിക്കാനായിട്ട് പറ്റില്ല. As are the rows of waves arising in the ocean inseparable one with it. ഒരു കടലിലെയോ അല്ലെങ്കിൽ ഒരു ഓഷ്യനിലെയൊക്കെ തിര വരുമ്പോൾ ഒരു തിരേനെ മറ്റൊരു തിരയിൽ നിന്ന് നമുക്ക് വേർതിരിക്കാൻ പറ്റുമോ? ഇല്ല, ഒന്നിൻ്റെ കണ്ടിന്യൂവേഷനാണത്. അപ്പോൾ ഇവിടെ ആസ് ആർ ദ റോസ് ഓഫ് വേവ്സ് അറൈസിങ് ഇൻ ദ ഓഷ്യൻ എന്ന് പറയുമ്പോൾ അത് സിമിലി എന്ന് പറയുന്ന ഫിഗർ ഓഫ് സ്പീച്ചിന് ഒരു എക്സാമ്പിളാണ്. ഒരു കാര്യത്തെ മറ്റൊരു കാര്യമായിട്ട് കമ്പാരിസൺ നടത്തുമ്പോൾ വെൻ വി യൂസ് ലൈക്ക് ഓർ ആസ്, ലൈക്കോ ആസോ എന്നുള്ള വാക്കുകളുണ്ടെങ്കിൽ അത് സിമിലിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് സിമിലിക്ക് എക്സാമ്പിളാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണോ ഒരു കടലിൽ നിന്ന് ഒരു തിരയനല്ല മറ്റൊരു തിരയുമായിട്ട് നമുക്ക് വേർതിരിക്കാനായിട്ട് പറ്റില്ല, ഇൻസെപ്പറബിളാണ്. അതുപോലെ തന്നെയാണ് ഈ പഞ്ചേന്ദ്രിയങ്ങളും 5 എണ്ണം, അതിനെ നമുക്ക് വേർതിരിക്കാനായിട്ട് പറ്റില്ല. ഒന്നില്ലെങ്കിൽ മറ്റൊന്നിന് നിലനിൽപ്പില്ല. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഒന്നില്ലെങ്കിൽ മറ്റൊന്നിന് അവിടെ നിലനിൽപ്പ് ഇല്ല. ഇനി ലാസ്റ്റ് ഭാഗം നോക്കാം. നോളേജ്, അറിവ്. ദ ഒബ്ജക്റ്റ് നോൺ, അറിയുന്ന കാര്യം. ദ നോളേജ് ഓഫ് ബീയിങ് ദ നോവർ, അറിയുന്ന ഒരാളുടെ അറിവ്. ദീസ് ആർ ബട്ട് ദ പ്രിമീവിയൽ ഗ്രേറ്റ്നെസ് ഇൻ ദ സബ്സ്റ്റൻസ് ഇൻ ടു unbroken splendor of that greatness, that unconditioned conscious substance, one should come merged and remain simply as that. എന്ന് പറഞ്ഞാൽ എന്താ? അറിവ്, നോളേജ്. ദ ഒബ്ജക്റ്റ് നോൺ, നമുക്ക് അറിയുന്ന കാര്യം. ദ നോളേജ് ഓഫ് ബീയിങ് ദ നോവർ, എനിക്കത് അറിയുമെന്നുള്ള ആ ഒരു അറിവ്, എനിക്ക് അറിയുമെന്നുള്ള ആ അറിവ്. അതൊക്കെ എന്താ കാണിക്കുന്നത്? ഗ്രേറ്റ്നെസ് ഇൻ ദ സബ്സ്റ്റൻസ് ആണ്. ആ ഒരു കാര്യത്തിൽ നമ്മുടെ ഗ്രേറ്റ്നെസ് ആണ്. ഇൻ ടു അൺബ്രോക്കൺ സ്പ്ലെൻഡർ ഓഫ് ഗ്രേറ്റ്നെസ്, അതൊരിക്കലും തകർന്നു പോകേണ്ട ഒന്നല്ല. അത് നമ്മളെ ഒരിക്കലും അൺബ്രോക്കൺ അല്ല, ഒരിക്കലും അത് പൊട്ടിപ്പോവരുത്. ബ്രോക്കൺ അല്ല, അത് അൺബ്രോക്കൺ ആണ്, പൊട്ടിപ്പോവാത്തതാണ്. എന്തിൻ്റെ? ഗ്രേറ്റ്നെസ്സിൻ്റെ. ദാറ്റ് അൺകണ്ടീഷൻഡ് കോൺഷ്യസ്നെസ് സബ്സ്റ്റൻസ്, ഒരു മാറ്റം വരാത്ത നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ബോധം അല്ലെങ്കിൽ ഒരു കോൺഷ്യസ്നെസ്,
വൺ ഷുഡ് ബിക്കം മെർജ്, അതിലേക്ക് നമ്മൾ മെർജ് ചെയ്യണം. ആൻഡ് സിംപ്ലി ആസ് ദാറ്റ്, നമ്മൾ നമ്മളായിട്ട് തന്നെ ഇരിക്കണം. നമ്മുടെ ആ ഒരു കോൺഷ്യസ്, നമ്മൾ ആരാണെന്നുള്ള ബോധം, നമുക്കുള്ള അറിവ്, നമുക്ക് അറിയാവുന്ന കാര്യം, അല്ലെങ്കിൽ നമുക്കതറിയുമെന്നുള്ള നമ്മുടെ അറിവ്, അതൊക്കെ ഒന്നായിട്ട് മെർജ് ചെയ്യണം. അതായിട്ട് നമ്മൾ ഇരിക്കണം. അത് അൺകണ്ടീഷണലും ആ ഒരു കോൺഷ്യസ് ബോധം നമുക്ക് ഉണ്ടായിരിക്കണം. ഇത് കുറച്ച് ഫിലോസഫിക്കലാണ്, തത്വശാസ്ത്രപരമാണ്. ശ്രീനാരായണ ഗുരുവിന് നമ്മളോടുള്ള ഉപദേശങ്ങൾ പോലെയാണിത്. അപ്പം അത് മനസ്സിലാക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ.